റെവിറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ഇന്റർഫേസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റെവിറ്റിന്റെ 2024 വേർഷനാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ഈ ഒരു വേർഷൻ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. 24 വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 25ലോ 26ലോ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ 25ലോ 26ലോ ചെയ്തത് 24ൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ബാക്ക്വേർഡ് കോമ്പാക്റ്റിബിലിറ്റി റെവിറ്റിനില്ല. സോ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ടൈമിൽ ത്രൂ ഔട്ട് ഒരേ വേർഷനിൽ തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഓട്ടോഡെസ്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് റെവിറ്റ്. അതുപോലെ ഓട്ടോഡെസ്കിന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ക്ലൗഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ BIM 360 അല്ലെങ്കിൽ BIM കൊളാബറേറ്റീവ് പ്രോയിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ആ ഒരു ഓട്ടോഡെസ്ക് ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ഓട്ടോഡെസ്ക് ഡോക്സ് ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇവിടെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട്. ക്ലൗഡിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റെവിറ്റിൽ പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മോഡൽസിൽ ന്യൂ ക്ലിക്ക് ചെയ്യാം. ഒരു മോഡൽ ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഈ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ടെംപ്ലേറ്റ് ഫയൽ വേണ്ടത് ആ ഒരു ടെംപ്ലേറ്റ് ഫയൽ ചൂസ് ചെയ്യാം. റെവിറ്റ് 3 ഡിസിപ്ലിൻ ആർക്കിടെക്ചർ, സ്ട്രക്ചർ, MEP ഈ 3 ഡിസിപ്ലിൻസിനും കോമൺ ആയിട്ട് ഒരേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡിഫറെന്റ് ടെംപ്ലേറ്റ്സ് ആയിരിക്കും ഓരോ ഡിസിപ്ലിനും വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ആർക്കിടെക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡിഫോൾട്ട് മെട്രിക് എന്നുള്ള ടെംപ്ലേറ്റ് ഫയലാണ്. സോ ഈ ഒരു ടെംപ്ലേറ്റ് ഫയൽ സെലക്ട് ചെയ്ത് പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു. സോ ഇതാണ് റെവിറ്റിന്റെ ഇന്റർഫേസ്. ഇവിടെ ടോപ്പിൽ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ബാർ. ഒരു പ്രൊജക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം സിങ്ക്രണൈസ് അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതുപോലെ നമുക്കൊരു പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ക്വിക്ക് ആക്സസ് ബാറിൽ ഉണ്ടായിരിക്കും. താഴെ ഈ കാണുന്നതാണ് ടാബ്. ആർക്കിടെക്ചർ ചെയ്യുന്ന ടൈമിൽ എല്ലാ മോഡലിംഗ് ടൂൾസും വരുന്നത് ആർക്കിടെക്ചർ ടാബിലായിരിക്കും. അതുപോലെ ലിങ്കിങ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻസേർട്ട് ടാബിലും, വ്യൂവിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യൂ ടാബ്. ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് മാസിംഗ് ആൻഡ് സൈറ്റ് എന്നുള്ള ടാബ് യൂസ് ചെയ്യാം. പ്രൊജക്റ്റിലെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ് ടാബും, മോഡലിന് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോഡിഫൈ ടാബും യൂസ് ചെയ്യും. പിന്നെ ഇവിടെ കാണുന്നതാണ് ഈ രണ്ട് സൈഡിലെ പ്രോപ്പർട്ടി പാനലും പ്രൊജക്ട് ബ്രൗസറും. പ്രോപ്പർട്ടി പാനൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പാലറ്റ് ഏത് ടൂൾ എടുത്താലും അതിന്റെ പ്രോപ്പർട്ടി കാണിക്കും. വോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും പ്രോപ്പർട്ടി പാലറ്റിൽ കാണിക്കുന്നത്. പ്രൊജക്ട് ബ്രൗസറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഓരോ ലെവൽസും വ്യൂസും എല്ലാം ഇതിലുണ്ടായിരിക്കും. ഇനി വ്യൂവിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെയുള്ള ഈ ഒരു വ്യൂ കൺട്രോൾ ബാറിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റെവിറ്റിലെ ഈ ഒരു ഫസ്റ്റ് ഇന്റർഫേസിൽ വരുന്നത്. ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് യൂണിറ്റ്സ് ആയിരിക്കും. ഇവിടെ മാനേജ് ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ടാബിൽ തന്നെ സെറ്റിംഗ്സ് പാനലിൽ പ്രൊജക്ട് യൂണിറ്റ്സ് UN ആണ് ഷോർട്ട് കീ. പ്രൊജക്ട് യൂണിറ്റ്സ് എടുക്കുന്ന ടൈമിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ സെലക്ട് ചെയ്യാം. റെവിറ്റ് ആർക്കിടെക്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡിസിപ്ലിൻ കോമൺ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ MEPയുടെ ഒക്കെ പ്രൊജക്റ്റിന് ആർക്കിടെക്ചറിന്റെ ഫയൽ ലിങ്ക് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ആർക്കിടെക്ചർ എപ്പോഴും കോമൺ ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിരിക്കും. ഇനി ഇവിടെ യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് ഇപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു മില്ലിമീറ്റർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിറ്റ് ഇപ്പൊ മില്ലിമീറ്റർ ആണ്. ഇത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതാണോ യൂണിറ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. യൂണിറ്റിന് റൗണ്ടിങ് കാണിക്കണമെങ്കിലോ അല്ലെങ്കിൽ യൂണിറ്റോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളിപ്പോ യൂണിറ്റ് UN എന്നാണ് ഷോർട്ട് കീ. ഓട്ടോകാഡ് പോലെ റെവിറ്റിന് അധികം ഷോർട്ട് കീസ് ഇല്ല. കുറെ എലമെന്റ്സിനൊന്നും ഷോർട്ട് കീസ് ഇല്ലാത്തതുണ്ടായിരിക്കും. സോ ഷോർട്ട് കീസ് ഏതൊക്കെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ്, ഫയലിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ യൂസർ ഇന്റർഫേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ യൂസർ ഇന്റർഫേസിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ്, കീബോർഡ് ഷോർട്ട് കട്ട്സ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടി കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഏതൊക്കെയാണോ ഷോർട്ട് കട്ട്സ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഇവിടെ ഷോർട്ട് കട്ട്സ് ഇല്ലാത്ത ഒരുപാട് കമാൻഡ്സ് ഉണ്ടായിരിക്കും. ആ ഒരു കമാൻഡിന് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോഡിഫൈഡ് ഷോർട്ട് കട്ട് MD ആണ്. MDD എന്നുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. വീണ്ടും എനിക്ക് ആ ഒരു ഷോർട്ട് കട്ട് MDD എന്നുള്ള ഒരു ഷോർട്ട് കട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്ത് പ്രസ് ന്യൂ കീ, ഇവിടെ ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് കട്ട് ഇതിലേക്ക് ആഡ് ആയി. ഈ ഷോർട്ട് കട്ട് ഇല്ലാതെ എങ്ങനെയാണോ ആ പാത്ത് സെലക്ട് ചെയ്യാന്നുള്ളത് ഇവിടെ പാത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏത് പാത്തിലാണ് ഈ ഒരു കമാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് കട്ട് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഇവിടെ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെയുള്ള ഓരോ ടാബും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആർക്കിടെക്ചർ ചെയ്യുന്ന ടൈമിൽ സ്ട്രക്ചർ ടാബും സ്റ്റീൽ ടാബും ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യുക. ഈ ഒരു യൂസർ ഇന്റർഫേസിൽ തന്നെ ഇത് അൺടിക്ക് ചെയ്യുന്ന ടൈമിൽ സ്ട്രക്ചർ ടാബും ഇവിടെ ബാക്കി ഏതൊക്കെയാണോ വേണ്ടാത്ത ടാബ് അത് നമുക്ക് അൺടിക്ക് ചെയ്ത് ഇതിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് മാറ്റാം. സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ സ്ട്രക്ചർ ടാബ് പോയിട്ടുണ്ട്. സോ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു റെവിറ്റിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രൊജക്ട് സേവ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് പ്രൊജക്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടെംപ്ലേറ്റ് ഫയൽ ആയിരുന്നു. .rte എന്നായിരുന്നു ടെംപ്ലേറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ. ഇനി ഫയൽ ഒരു പ്രൊജക്റ്റ് ആയിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിന്റെ ടെംപ്ലേറ്റ് ഫയൽ .rvt ആയിട്ട് മാറും. ഇനി പ്രൊജക്റ്റ് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ മാക്സിമം നമ്പർ ബാക്കപ്പ് കോപ്പീസ് വേണ്ടത്, അതായത് ഒരു പ്രൊജക്റ്റ് ഒരു വട്ടം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഫയൽ സേവ് ആവും. അതല്ലാതെ വീണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ S അടിച്ച് അങ്ങനെ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബാക്കപ്പ് കോപ്പി സേവ് ആവും. അങ്ങനെ 20 ബാക്കപ്പ് കോപ്പീസ് വരെ സേവ് ആയിട്ടായിരിക്കും അടുത്ത ബാക്കപ്പ് കോപ്പി വരുമ്പോൾ ഫസ്റ്റ് ബാക്കപ്പ് കോപ്പീനെ റീപ്ലേസ് ചെയ്ത് 21ാമത്തെ കോപ്പി വരും. അത്രയും ഫയൽ സൈസ് കൂടുന്നത് കൊണ്ട് നമ്മളെപ്പോഴും മാക്സിമം ബാക്കപ്പ് കോപ്പി ഒരു 2ഓ 3ഓ നമ്പേഴ്സ് കൊടുത്താൽ മതി. ഇത് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് പ്രൊജക്റ്റിന്റെ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് സേവ് ആവും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു റെവിറ്റിന്റെ ഇന്റർഫേസിൽ ശ്രദ്ധിക്കേണ്ടത്.